എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരിമാരൊക്കെ ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും അവരമ്പലത്തിലും വഴിപാടുകളെല്ലാം കഴിച്ച് ജീവിച്ചിരുന്നവരാണ്. എന്നിട്ടും എൻ്റെ ജീവിതത്തിലൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു സമാധാനം ഉണ്ടാകാതെ വന്നപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അയാൾ ആരെയും മുഖത്ത് നോക്കുന്നില്ല, നേരെ കുനിഞ്ഞു നിന്ന് പേപ്പർ വാങ്ങിക്കുന്നു, മരുന്ന് തരുന്നു. മുഖത്തൊരു പുഞ്ചിരിയോ ഭാവമാറ്റോ ഒന്നുമില്ല, ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാനോട് ഗുഡ് മോർണിംഗ് സാറെന്ന് പറയിപ്പിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് സമയത്ത് ബൈബിളൊക്കെ എടുത്ത് വെച്ച് യേശുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യേശുവിനെ പറ്റി വിശദമായിട്ട് അറിയുന്നത്. ആകാശത്ത് ഒരു തൂവെള്ള നിറത്തിൽ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ ആകാശത്ത് നിൽക്കുകയാണ്. എൻ്റെ ശിരസിൽ സൂര്യകിരീടം പോലെ ഇങ്ങനെ ശോഭ വിതറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ബൈജു. എൻ്റെ ദേശം തിരുവനന്തപുരം ആറ്റിങ്ങിലാണ്. എനിക്ക് അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. സത്യത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു കുടുംബം. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരിമാരൊക്കെ ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും അവരമ്പലത്തിലും വഴിപാടുകളെല്ലാം കഴിച്ച് ജീവിച്ചിരുന്നവരാണ്. എന്നിട്ടും എൻ്റെ ജീവിതത്തിലൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു സമാധാനം ഉണ്ടാകാതെ വന്നപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്നൊക്കെ ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ മനസ്സിൽ ഒത്തിരി ആകുലതകൾ ഉണ്ടായിരുന്നു, അസ്വസ്ഥതകൾ. എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ ചിന്തിക്കുകയാണെങ്കിൽ അന്നൊരു ശരിക്കൊരു ചെറിയ 10 സെൻറ്റിന്, അത് നമുക്ക് കുടിയുടെ അവകാശം എന്ന് പറയും, അതുപോലെ കിട്ടിയ ഒരു 10 സെൻറ്റാണ്. അതിനകത്തൊരു ചെറിയ വീടും വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്കും ഒരു പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്ത കുറേ കാലങ്ങളുണ്ടായിരുന്നു. വൈദ്യുതിയില്ല, ജാതിപരമായ അവസ്ഥകൾ, അതൊക്കെ എല്ലായിടത്തും സ്കൂളിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും ഒരു മാറ്റി നിർത്തലിൻ്റെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് എന്ത് കാര്യം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ ആയപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറി. ഞാൻ അവിടെ നിന്ന് PDC കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരു ഫാർമസി ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. അവിടെ നിന്ന് പഠിച്ച് 98 ആയപ്പോൾ ഞാൻ പാസ് ഔട്ടായി പുറത്തിറങ്ങി. അതിനുശേഷം 2000 PSC എഴുതി. അത് കണ്ണൂർ ജില്ലയിലായിരുന്നു PSC എഴുതി. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ദൈവകൃപയാൽ ഒരു ജോലി കിട്ടി. അങ്ങനെ 2004 ഞാൻ കണ്ണൂർ വന്നു ചേർന്നു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. കാരണം എനിക്ക് ക്രിസ്തുവിനെ, ദൈവത്തെ പ്രദാനം ചെയ്ത ഒരു നാടാണ് കണ്ണൂർ. ഞാനങ്ങനെ തട്ടേരിയിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. തട്ടേരി, വളക്കയിലുള്ള തട്ടേരി എന്ന ഒരു ഡിസ്പെൻസറി. അവിടെ 2-3 മാസക്കാലമേ ഉണ്ടായിരുന്നു. ജനറൽ ട്രാൻസ്ഫർ ആവുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീണ്ടും മാറേണ്ടി വന്നു. അങ്ങനെ കൂട്ടുമുഖം എന്ന സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ നിന്നാണ് ഞാൻ നാരായണൻ എന്നൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. അവനൊരു ദിവസം നാരായണേട്ടൻ വന്ന് ഇങ്ങനെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് എന്നെ അഭിസംബോധന ചെയ്തു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കേൾക്കുകയാണ്. ആ സൗഹൃദം പല പ്രാവശ്യമായിട്ട് അവിടെ വന്ന് ഞാനങ്ങനെ ആ സൗഹൃദം ഊട്ടുറപ്പിച്ച ഒരു ദിവസം നാരായണേട്ടൻ പറഞ്ഞ്, ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം. എന്തിനാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ സമ്മതിച്ചു. ഞാൻ വൈകുന്നേരം ആയപ്പം നാരായണേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ വീട്ടിലെത്തി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അവിടെ എത്തി. അന്ന് ദൈവത്തിൻ്റെ വചനം, ഞാൻ ആദ്യമായിട്ട് ബൈബിള് കാണുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. ആ വചനങ്ങൾ നാരായണേട്ടൻ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, എന്തോന്നില്ലാത്തൊരു ആനന്ദം. കാരണം എൻ്റെ ജീവിതത്തെ മുഴുവൻ അവിടെ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. ഇത്രത്തോളം എന്നെ തിരിച്ചറിയുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. ആ സൗഹൃദം ഒത്തിരി വളർന്നു. ഞാൻ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പിന്നെ ഒരു ആർത്തിയായിരുന്നു. കാരണം ഞാൻ നാരായണേട്ടൻ്റെ വീട്ടിലെത്താൻ. ഞാൻ ആ വിളിയും കാത്ത് ഇങ്ങനെ വീട്ടിലേക്ക്. കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പഴയ ഒരു വീടാണ്. അവിടെ 4 ചുവരിനകത്ത് ഞാൻ കയറിയിരുന്ന് ഞാൻ പിന്നെ പുറത്തിറങ്ങില്ല. കാരണം എനിക്ക് ആരെയും അപ്രോച്ച് ചെയ്യാനോ ആരെയും സംസാരിക്കാനോ ഉള്ള കഴിവില്ല, എനിക്ക് ഇഷ്ടമല്ല.
അങ്ങനെ ഇരിക്കും. പക്ഷേ നാനേട്ടൻ വിളിച്ച പിന്നെ ഞാൻ ഇങ്ങനെ കാതോർത്തിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ നിരന്തരം ഞാൻ ആ വീട്ടിൽ പോകാൻ തുടങ്ങി. എൻ്റെ പേര് നാരായൺ പോൾ. നിലവിളിക്കൽ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവക അംഗമാണ്. ശ്രീകണ്ഠപുരം കൂട്ടുമുഖം PHSയിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ മകന് സുഖമില്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത്, കൂട്ടുമുഖം PHSയിൽ പനിയായിട്ട് പോയതാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഷീട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തപ്പോൾ ഞാൻ അയാളെ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്. അയാൾ ആരെയും മുഖത്ത് നോക്കുന്നില്ല, നേരെ കുനിഞ്ഞ് വന്ന് പേപ്പർ വാങ്ങിക്കുന്നു, മരുന്ന് തരുന്നു. മുഖത്തൊരു പുഞ്ചിരിയോ ഭാവമാറ്റോ ഒന്നുമില്ല, ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാനോട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയിപ്പിച്ചു. അപ്പം വളരെ ആശയത്തോടെ അവൻ നോക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്വരം കേൾക്കുന്നത്. അപ്പോൾ വളരെ ഇതായിട്ട് അതിനെ തിരിച്ച് പറഞ്ഞു. എങ്കിലും പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്നും ഇതുപോലെ എൻ്റെ മകനെ കൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയിപ്പിച്ചു. ആ സമയത്ത് അവൻ്റെ മനസ്സിൽ ഒരു മുഖത്ത് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായി. ആ കണ്ടുമുട്ടലാണ് പിന്നീട് ഈ ദൈവത്തിലേക്കുള്ള ഒരു വഴിത്തിരിവ്. നാനേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന ചിലപ്പം 11:30, 12, ചിലപ്പോൾ 1 മണിയൊക്കെ ആവും. ഇങ്ങനെ ആ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ആരുമില്ലാത്ത ഈ ഒരു 1.5 കിലോമീറ്റർ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്നത്. കഴിഞ്ഞ ഓരോ മുക്കിലും ജംഗ്ഷനിലും എത്തുമ്പോൾ ഭയങ്കരമായ ഒരു സുഗന്ധം കൊണ്ട് എന്നെ അമ്മ മൂടും. ആദ്യം എനിക്കറിയില്ല, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മയാണ് ഈ കൂടെ നടക്കുന്നതെന്ന്. അങ്ങനെ നെല്ലിക്കാംപോയിൽ ഒരു കൂട്ടായ്മ നമ്മളൊരു വീട്ടിൽ കൂടി ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു ദിവസം എന്നെ അവിടെ വിളിച്ചു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാനേട്ടൻ അന്ന് പറഞ്ഞു, ഒരു വെളിപാട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ദൈവം നിന്നെ സ്പർശിക്കുന്നുണ്ട്, ഒരു ഭവനത്തിൽ ദൈവം സന്ദർശിക്കുന്നു. ഞാൻ അന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നീ വീട്ടിലോട്ട് വരണം, ഒരു ആവശ്യമുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറയുകയാണ്, എൻ്റെ സഹോദരി, ഏറ്റവും ഇളയ സഹോദരി വെള്ളം കോരാൻ വേണ്ടി കിണറ്റിൻകരയിലേക്ക് പോയതാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആകാശത്ത് ഒരു തൂവെള്ള നിറത്തിൽ ഒരു വലിയ മനുഷ്യനിങ്ങനെ ആകാശത്ത് നിൽക്കുകയാണ്. ശിരസിൽ സൂര്യകിരീടം പോലെ ഇങ്ങനെ ശോഭ വിതറിക്കൊണ്ടിരിക്കുന്നു. ആ സമയം തന്നെ സഹോദരിക്ക് ഒരു തണുപ്പ് ശരീരത്തിൽ ഇങ്ങനെ അനുഭവപ്പെട്ട് പുള്ളിക്കാരിക്കൊരു ഭയമോ എന്തൊക്കെയോ തോന്നി. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ ഈശോയെ കണ്ടുമുട്ടാൻ ഇടയായി. ഞാനങ്ങനെ അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ബ്രദർ ഇങ്ങനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ദർശനം ലഭിച്ചതാണത്, നമ്മുടെ ജീവിതത്തിനൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞു പ്രാർത്ഥന അവിടെ കൂട്ടായ്മയിലൊക്കെ നാനേട്ടൻ്റെ ഒപ്പം പോകും, പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാനേട്ടൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ആവശ്യം, നമുക്ക് ഇത്രത്തോളം സ്നേഹിക്കുന്ന കർത്താവിനെ സ്വീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, അതിന് നമുക്കൊന്ന് ഒരുങ്ങിക്കൂടെ. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായെങ്കിലും എനിക്കും തോന്നി, ഇങ്ങനെ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് ദൈവത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊരു ബലമാണ്. കാരണം ഞാൻ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തുറന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാക്ഷ്യം എങ്ങും എത്തൂല എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാനും നാനേട്ടനും 2 മക്കളും കൂടെ തോമസ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ചിങ്ങളായിന്ന് സ്നാനം സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഈ സമയത്തൊക്കെ ഞാൻ ഒത്തിരി അസ്വസ്ഥപ്പെട്ട്, കാരണം ഇതെങ്ങനെ വീട്ടിൽ പറയും. അമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്ത് കസേരയിട്ട് അമ്മയുടെ കൂടെ ഇരുന്നു. ഞാനിങ്ങനെ പറഞ്ഞ അമ്മയുടെ അനുവാദം ചോദിക്കാനൊന്നും ഞാൻ നിന്നില്ല. കാരണം ഈശോ എനിക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. എൻ്റെ ഈശോ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈശോയെ സ്വീകരിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് എൻ്റെ അമ്മയിൽ നിന്ന് വന്നത്. അമ്മ പറഞ്ഞത്, മകനെ, നീ ഇത്രയും വേഗം ദൈവത്തെ അറിഞ്ഞല്ലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മയുടെ ജീവിതം അനുസരിച്ച് ഒരിക്കലും പറയാൻ സാധ്യമല്ലെന്ന പരിശുദ്ധ അമ്മയാണ് എൻ്റെ അമ്മയിലൂടെ അന്ന് സംസാരിച്ചത്. എൻ്റെ പേര് സുനീഷ്, ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. 2011 തലപ്പുറമേ വർക്ക് ചെയ്യുമ്പോൾ അവിടത്തേക്ക് പുള്ളി ട്രാൻസ്ഫറായിട്ട് കടന്നു വന്നു. അപ്പോൾ പുള്ളി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് സമയത്ത് ബൈബിളൊക്കെ എടുത്ത് വെച്ച് യേശുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യേശുവിനെ പറ്റി വിശദമായിട്ട് അറിയുന്നത്. പുള്ളി ഒരു ബൈബിളൊക്കെ എൻ്റെ അടുത്ത് കയ്യിൽ തന്നു, ബൈബിൾ വായിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ബൈബിളൊക്കെ വായിച്ചു. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് വിശദമായി പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി. അതുപോലെ തന്നെ ഒരു ജപമാല തന്നു. ചേട്ടനോട് പറഞ്ഞു, ഒരു ജപമാല പുസ്തകം തന്നു. എന്നോട് പറഞ്ഞു, മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു.
മാതാവിനോട് നിയോഗം വെച്ച ഈശോ അതൊരിക്കലും നിരസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആ പുസ്തകത്തിൽ ഇങ്ങനെ ചൊല്ലേണ്ട ഓരോ കാര്യങ്ങളൊക്കെ പെന്നുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്ത് തന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്തുവിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കുവാൻ ഒക്കെ അറിയാനൊക്കെ ഒരുപാട് സാധിച്ചു. അങ്ങനെ ബൈജു ചേട്ടൻ വഴിയാണ് ഞാൻ ഈശോയെ അറിയുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എന്നൊരു പറയാം ആ പുള്ളിയെ പരിചയപ്പെട്ടതും ആ സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി. അന്ന് മുതൽ ഞാൻ സത്യദൈവത്തെ അറിഞ്ഞു. ആ ദൈവത്തിലേക്ക് ആഴത്തിലേക്ക് കടന്നിരുന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയൊക്കെ കിട്ടി. ഒരു കാലത്ത് എനിക്ക് രാവിലെ എണീച്ച് പ്രാർത്ഥിക്കണം, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കൊരു ധ്യാനത്തിലൂടെ കിട്ടിയപ്പോൾ ഞാൻ രാവിലെ എണീച്ച് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് സംഭവിച്ചത് എനിക്കൊരു പ്രാർത്ഥനയും ചൊല്ലാൻ കഴിയില്ല. കാരണം ഞാൻ ഉറങ്ങിപ്പോകാൻ, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നൊരു ചിന്തയാണ്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഇരുന്ന് ഉറങ്ങുന്ന ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എനിക്ക് ഇവിടെ നിന്ന് എണീച്ച് എൻ്റെ ദേവാലയം, അടുത്താണ് ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അതല്ലേ ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ ഒരു ചിന്ത എന്നെ കുർബാനയിലേക്ക് നയിച്ചു. വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ പോകാൻ ദൈവം എനിക്ക് കൃപ തന്നു, അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഈശോയെ അറിയാതെ, ഈശോയുടെ സ്നേഹം അറിയാതെ, ഈശോ എന്താണ്, എനിക്ക് ഈശോ ആരാണെന്ന് തിരിച്ചറിയാതെ അനേകം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈശോ എല്ലാത്തിലും ഉപരിയാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, അനന്തമായ സ്നേഹം, ആ സ്നേഹത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.